ഗൈസ്, അങ്ങനെ ഇന്ന് ജൂലൈ 23 ജനനായകൻ FTFS കാണാൻ വേണ്ടി ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. അവസാനത്തെ പടോടെ ഇനി അങ്ങോട്ട് വിജയ് പടമില്ല, ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇല്ല, ഇനി സിംഗിൾസ് ഇല്ല, ഒരു എന്താ പറയുക ബർത്ത്ഡേ അപ്ഡേറ്റ്സ് ഇല്ല, ഒരു FTFS ഇല്ല, ഒരു പ്രീ റിലീസ് സെലിബ്രേഷൻ ഇല്ല. അങ്ങനെ എല്ലാം നിലയ്ക്കുന്ന സമയം അവസാനമായിട്ടുള്ള FTFS കണ്ട് അടിച്ചു പൊളിക്കാനായിട്ട് പോവുകയാണ്. കണ്ടിട്ട് അഭിപ്രായം പറയാം. സിനിമ ഏത് ലെവലിൽ വേണമെങ്കിലും ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് ഞാൻ ബോധർ ചെയ്യുന്നില്ല. പക്ഷേ അവസാനമായിട്ട് ഒരാഘോഷം, അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ തിയേറ്ററിലേക്ക് പോകുന്നത്. കണ്ടിട്ട് ബാക്കി പറയാം. ഗൈസ്, അങ്ങനെ ജനനായകൻ കണ്ടിറങ്ങി. സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി പടം വർക്കായി. എല്ലാ പോർഷൻസിലും ഒന്നല്ല. ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൻ്റെ ഇൻ്റർവൽ ബ്ലോക്ക് ആയാലും അണ്ണനെ അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതി സത്യം പറഞ്ഞാൽ എനിക്ക് വർക്കായി. ഞാനൊരു അണ്ണൻ ഫാനാണ്. അതുകൊണ്ട് തന്നെ ആ മാസം പിന്നെ പൊളിറ്റിക്സ് ഇതിലാണെങ്കിൽ ഫോർത്ത് വാൾ ബ്രേക്കിങ്ങിൻ്റെ അതിപ്രസരമാണ്. അത് ഇടയ്ക്കിടയ്ക്ക് അവർ എന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് മറ്റേ സെൻസർ സർട്ടിഫിക്കേഷൻ കൊടുക്കാത്തതെന്നും ഇത്ര വൈകിച്ചതെന്നും ഉള്ള കാരണം അതിലുണ്ട്. അത് അവർ പക്കയായിട്ട് ആ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. പുള്ളി എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്, പുള്ളീൻ്റെ അടുത്ത നീക്കങ്ങൾ എന്താണ്, എല്ലാത്തിനെയും കുറിച്ച് പരാമർശിക്കുന്ന ഒരു സിനിമയാണിത്. അപ്പോൾ എന്താ പറയുക, ഒരു പൊളിറ്റിക്കൽ മാസപടം എന്ന് നമുക്ക് ചുരുക്കി പറയാം. ഇതിലിപ്പോൾ അനിരുദ്ധ് ശരിക്കും പണിയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് മ്യൂസിക് ആയാലും പാട്ടുകളായാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ആയാലും എല്ലാത്തിലും അനിരുദ്ധിൻ്റെ കലാവിരുദ്ധകൾ നമുക്ക് ഇങ്ങനെ എന്താ പറയുക എടുത്തു വെച്ച് ഇങ്ങനെ കേൾക്കാനുള്ള വകയുണ്ട്. ഒന്നും വേണ്ട, എനിക്ക് ആ ഒരു പേരെ വരലാർന്നുള്ള ആ പാട്ട് മാത്രം മതി. പിന്നെ തലപതി കച്ചേരി ആയാലും രാവണമോഹൻ്റെ ആയാലും എല്ലാം കൊണ്ടും. പിന്നെ എടുത്തു പറയേണ്ട കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ പേര് പറഞ്ഞാൽ പ്രകാശ് രാജ് അടിപൊളിയായിരുന്നു, ബോബി ഡിയോൾ നൈസായിരുന്നു. ലൈക്ക് ഇവരൊക്കെ എന്താ പറയുക, നമ്മളിപ്പോൾ പല സിനിമകളിലും കണ്ടിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഈ സിനിമയിൽ അവരവരുടെ എഫേർട്ട് ഇട്ടിട്ടുള്ളത്. അവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന രീതി അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ അണ്ണൻ്റെ ഒപ്പം വരുമ്പോൾ അത് വേറൊരു തലത്തിലേക്ക് മാറുന്നുണ്ട്. അങ്ങനെയാണ്. പിന്നെ മമിത ബൈജു അടിപൊളിയായിട്ട് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അത് എത്ര പേർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ എന്താ പറയുക, പൂജാഗഡയൊക്കെ പടത്തിലുണ്ടെന്നേ ഉള്ളൂ. ലൈക്ക് ഉണ്ട്, വിജയൻ്റെ കൂടെ ത്രൂ ഔട്ട് പടത്തിലുണ്ട്. പക്ഷേ എന്താ പറയുക, കാര്യമായിട്ടുള്ള ഒരു സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ എന്താ പറയുക, സിനിമാറ്റോഗ്രാഫി, സത്യൻ സൂര്യൻ്റെ സിനിമാറ്റോഗ്രാഫി ആയാലും എഡിറ്റ് ചെയ്തിരിക്കുന്ന പ്രദീപ് രാഘവാണ്. അപ്പോൾ എഡിറ്റിങ്ങിൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ അവർ എന്താ പറയുക ത്രൂ ഔട്ട് ഇങ്ങനെ ഒരു സിനിമ ഇത്രത്തോളം ഒരു ഹ്യൂജ് ക്യാൻവാസിൽ എടുക്കണമെന്ന് അവർ തീരുമാനിച്ചതുകൊണ്ട് അവർ ഇത്രത്തോളം ഡ്യൂറേഷൻ കൂട്ടി ഇറക്കിയതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഡ്യൂറേഷൻ ഭയങ്കര കൂടുതലായിരുന്നു. സെക്കൻഡ് ഹാഫ് എന്താ പറയുക കുറേ ഇടത്തൊക്കെ വിജയണ്ണനില്ല. അതുകൊണ്ട് തന്നെ പടം ചിലയിടത്തൊക്കെ ഡൗൺ ആയ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പക്ഷെ എന്താ പറയുക, ഓവറോൾ നോക്കുമ്പോൾ പടം അടിപൊളിയാണ്. ഫൈറ്റ് സീക്വൻസ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി വിഷ്വൽ ക്വാളിറ്റിയാണ് സിനിമയ്ക്ക്. അവർ സൗണ്ട് ചെയ്തിരിക്കുന്നതിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ഇൻ്റർവെൽ ബ്ലോക്ക് അവർ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ 2-3 മാസ്മരിക മൊമെൻറ്റ്സ് ഉണ്ട് സിനിമയിൽ. അത് എത്രത്തോളം എല്ലാവർക്കും കൺവേ ആവുമെന്ന് അറിയില്ല. പക്ഷേ എന്നെപ്പോലെയുള്ള വിജയ് ഫാൻസിനൊക്കെ കൊണ്ടാടാനായിട്ടുള്ള ഒരു വക അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ഒരു സിനിമേൻ്റെ പേരും പറഞ്ഞ് അങ്ങേര് കേൾക്കാത്തതിനൊന്നും ബാക്കിയില്ല. ഇപ്പോൾ അങ്ങേരുടെ പേഴ്സണൽ ലൈഫാണെന്ന് എങ്ങനെയാണെന്നുള്ളതിന് എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനുമില്ല. കാര്യം ഞാൻ ഒരാളുടെ ഒരു സെലിബ്രിറ്റിൻ്റെയും പേഴ്സണൽ ലൈഫ് നോക്കിയിട്ടല്ല അവരെ ആരാധിക്കുന്നത്. അവർ ചെയ്തു വെച്ചിരിക്കുന്ന വർക്ക് നോക്കിയിട്ടാണ്. അതിപ്പോൾ നമ്മുടെ മലയാളത്തിലെ ദിലീപ് ആയാലും ശരി, തമിഴിലെ വിജയ് ആയാലും ശരി, ആരുടെ കാര്യം പറയുകയാണെങ്കിലും എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, ഞാൻ സത്യം പറഞ്ഞാൽ ആഘോഷിച്ചു. ഇനി ഒരു വിജയ് പടം ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ശരിക്കും ഇപ്പോൾ എല്ലാവരും ഗുണം പറയും, എല്ലാവരും കുറ്റം പറയും. ഒരു വിജയ് സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാവന്മാരും സിനിമ കാണാനും പോകും. എന്നാൽ അവന്മാരെ എന്നെ കുറ്റവും പറയും. അത് പണ്ട് തൊട്ടേ ഉള്ളൊരു ഒരു പ്രക്രിയയാണ്. എല്ലാവരും അത് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ്. എന്നുവെച്ചാൽ വിജയ് പടം ഇറങ്ങിയാൽ എല്ലാവരും കാണാൻ പോകും. പക്ഷേ ആർക്കും അതിനെ ഏറ്റെടുക്കാൻ പറ്റില്ല. അതിൻ്റെ പ്രൈം എക്സാമ്പിളാണ് ലിയോ. സത്യം പറഞ്ഞാൽ ഒരു കിടിലം പടമാണ്. ആ പടം ഇറക്കിയപ്പോഴത്തേക്ക് ലോകേഷ് കുണച്ച പടം എടുത്തു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും താത്താൻ തുടങ്ങി. അപ്പം പിന്നീട് കൂലി ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും ലിയോൻ്റെ വില മനസ്സിലായി. അത് ഞാൻ പച്ചയ്ക്ക് തുറന്ന് പറയുക. അത് എനിക്ക് വല്ലാണ്ട് എന്താ പറയുക, ആ കൂലി കണ്ടപ്പോൾ ഈ കൂലി ഇങ്ങനെ ആയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ലിയോനെ പറഞ്ഞവന്മാരൊക്കെ തിരിച്ച് പറയും എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക്. അതേപോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് വന്ന് നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ കാണുന്ന റീലായാലും കമൻസിലായാലും ലിയോന് ഒരു വില കിട്ടിയിട്ടുണ്ട് കൂലീൻ്റെ ഫ്രണ്ടിൽ.
അപ്പോൾ അതേപോലെ തന്നെയാണ് ബാക്കിയുള്ള സിനിമകളും. അപ്പോൾ ഞാൻ കൂടുതൽ വലിപ്പിക്കുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പടം വർക്കായി. ആ കൂടെ ആ ഡ്യൂറേഷൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ ചില സംഭവങ്ങൾ കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക്കൊക്കെ ആയിട്ട് പടം ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എന്താ പറയുക, അവർ ആ ഒരു ബേസ് പ്ലോട്ടിൽ പിടിച്ച് അങ്ങ് പോയത് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് വിനോദ് അങ്ങനെ എന്താ പറയുക ഒരു തൊലിഞ്ഞ പടം എടുത്തതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത്യാവശ്യം നമുക്ക് ഫാൻസിന് കണ്ട് എൻജോയ് ചെയ്യാനുള്ള സാധനങ്ങളും പഴയ റെഫറൻസുകളും പിന്നെ കുറേ കിടിലൻ ഫോർത്ത് വോൾ ബ്രേക്കിങ്ങും അങ്ങനെയൊക്കെ ഉള്ളൊരു സിനിമ, അങ്ങനെയുള്ളൊരു സിനിമയായിട്ട് ജനനായകനെ ഞാൻ കണക്കാക്കുന്നു. എനിക്ക് പേഴ്സണലി വർക്കായി. ദാറ്റ്സ് ഓൾ. ബൈ ബൈ.